പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചുള്ള സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്ന കലാസന്ധ്യ ആസ്വദിക്കാൻ നൂറനാട് ITBP കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെ എത്തി. ജാർഖണ്ഡ് സ്വദേശിയായ അദ്ദേഹം കേരളീയ ക്ഷേത്ര ആചാരങ്ങളോട് ഏറെ അടുപ്പം പുലർത്തുകയും ക്ഷേത്രകലകളിൽ ഏറെ ആകൃഷ്ടനുമാണ്. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചുള്ള സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്ന കലാസന്ധ്യ ആസ്വദിക്കാൻ നൂറനാട് ITBP കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെ എത്തി. ജാർഖണ്ഡ് സ്വദേശിയായ ഇദ്ദേഹം കേരളീയ ക്ഷേത്ര ആചാരങ്ങളോട് ഏറെ അടുപ്പം പുലർത്തുന്നയാളാണ്. ക്ഷേത്രകലകളിൽ ഏറെ ആകൃഷ്ടനാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് കലകൾക്ക് ആചാരങ്ങളിൽ തന്നെ പ്രാധാന്യം നൽകുന്നത് കേരളത്തിലാണെന്നും വിവേക് കുമാർ പാണ്ഡെ പറഞ്ഞു. Most of the boys in ITBP, they are in the battalion. Half of them from the local. They are from Kerala only. Though I am not from Kerala, I am from Jharkhand. But still the culture, I can very well relate the entire process, what we have in our system there, over there in my state. May God bless us all. And may you all prosper. I can see small kids. I also have 3 kids like them back home. So I do appreciate their being here like Goddess Durga themselves, small little kids. May God bless them also. And I appreciate all the members of the administration of the temple. May you prosper, and the ITBP will always be there with you at any time of need, because we are the force who are deployed on the very difficult borders of the country. This is the border ranging from the height of 9,000 feet to 18,800 feet. So this is something which is very, very special, and it's the blessing of the Lord, I can tell you, that the force have been doing exemplary work for the safety and security of the country. We are deployed on the Indo-China border. Also, we have been deployed in the internal security duty, like my battalion, like the 27th Battalion of Noor Nadu. They are deployed in Chhattisgarh. So I remain there only, and we do have the temples of Ma Durga. We also organize the Navratra every year, and boys have been doing that puja over there also. സരസ്വതി മണ്ഡപത്തിൽ അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റ് D. അയ്യപ്പൻ, സെക്രട്ടറി സുരേഷ് രാമനാമണം, ട്രഷറർ K. ബാബു, വൈസ് പ്രസിഡന്റ് K. ബാബു, ജോയിന്റ് സെക്രട്ടറി R. രാമകൃഷ്ണക്കുറുപ്പ്, ദേവസ്വം മെമ്പർമാരായ അഡ്വക്കേറ്റ് N. രാജഗോപാൽ, AJ ശ്രീപാൽ, മനോജ് പട്ടോളി, S. ഗോപകുമാർ, തുണ്ടത്തിൽ ശ്രീഹരി, ഹരി അരുണോദയം, പത്മജൻ തമ്പി, സുജിത് കണ്ണൻ നായർ എന്നിവർ സ്വീകരിച്ചു. ദേവസ്വം പ്രസിഡന്റ് D. അയ്യപ്പൻ പൊന്നാട അണിയിച്ചു. എല്ലാ ചിറ്റൂളങ്ങര ക്ഷേത്രവും അടക്കമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനത്തിന് വേണ്ടി പോവുകയും വളരെയധികം കടുത്ത ഒരു അയ്യപ്പ ഭക്തൻ കൂടിയാണ്. അദ്ദേഹം വന്നപ്പോൾ ഏറ്റവും അടുത്ത ക്ഷേത്രം ഏതെന്ന് അന്വേഷിക്കുകയും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പുല്ലുകുളങ്ങരയിൽ ഉണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഓഫീസറായി വർക്ക് ചെയ്യുന്ന ശ്രീജിത്ത് ഇവിടേക്ക് എത്തിക്കുകയുമായിരുന്നു. നമ്മളുടെ നാട്ടിലെത്തുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ സകല ആദരവോടും കൂടി അങ്ങേ സ്വീകരിക്കുകയാണ്, അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭരണസംഘത്തിനും കരക്കാർക്കും വേണ്ടി സ്വീകരിച്ചുകൊള്ളുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. CD Net News, കായംകുളം.